പാസഞ്ചറിലെ വാഹനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് രണ്ട് വാഹനങ്ങളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഓഫ് കോഴ്സ് ട്രെയിനാണ്. ട്രെയിൻ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ തന്നെ അത്രയും ചലഞ്ചിങ് ആണ്. അന്നും അത്ര എക്സ്പെൻസീവാണ്, അത്രയും ഡിഫിക്കൽട്ടാണ്. റിയൽ ട്രെയിനിൽ നമ്മൾ ബോഗിയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വാഹനം എന്ന് പറയുന്നത് അതിൽ നെടുമുടി വേണു ചേട്ടൻ ഓടിച്ചിരുന്ന ഒരു അംബാസഡർ കാറാണ്. ഒരു വളരെ പഴയ ഒരു അംബാസഡർ കാറാണ്. എഗെയിൻ അത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആ ക്യാരക്ടർ ആദ്യം ആലോചിച്ചപ്പോൾ ഈ കഥയിലൊരു റിലീഫ് കൊണ്ടുവരേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാനും ശ്രീനേട്ടനൊക്കെ അന്ന് ആദ്യം ആലോചിച്ചത് അന്നത്തെ തിളങ്ങി നിന്നിരുന്നൊരു ഹാസ്യതാരം സൂരാജ് വെഞ്ഞാറമൂടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ അഭിനയിക്കാമെന്നുള്ളായിരുന്നു. അപ്പോൾ ദിലീപേട്ടനാണ് സജസ്റ്റ് ചെയ്യുന്നത്, അല്ല അത് കുറച്ച് വയസ്സനായിട്ടുള്ള കുറച്ച് ചൊറിയനായിട്ടുള്ള ഒരു നെടുമുടി വേണു ചേട്ടനെ പോലെ ആൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അംബാസഡർ കാറും നെടുമുടി വേണു ചേട്ടനൊക്കെ ആ സിനിമയിലോട്ട് വരുന്നത്. ആ അംബാസഡർ കാർ ഷൂട്ട് ചെയ്യുന്നതും വളരെ ടഫായിരുന്നു. കാരണം ഒരുപാട് ട്രാവലിംഗ് ഷോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു വലിയൊരു പാനൽ നമ്മൾ കൊണ്ടുവന്നു ഹൈദരാബാദിൽ നിന്ന് വിടുന്നു. പക്ഷേ അത് ചെറിയ വണ്ടികൾ മാത്രം മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നത്തെ ഷൂട്ടിംഗ് നടന്നില്ല. പിന്നീട് അങ്ങനൊരു സാധനം നമ്മൾ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ ക്രിയേറ്റ് ചെയ്തു. ആ ബോർഡാണ് ഇപ്പോഴും പല സിനിമകൾക്കും യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന വണ്ടികൾ ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരിക്കൽ എടുത്തു തുടങ്ങിയപ്പോൾ പിന്നീട് അത് ഈസിയായി വന്നു എന്നുള്ളതാണ്. പൊതുവേ വാഹനങ്ങളുടെ ഷൂട്ടിംഗ് കുറച്ച് ടഫാണ്.